My dear friends, ഒരു ബിസിനസ് പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള വ്യാപാരമാണ് നടക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും. ഈ രണ്ട് തരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. പരമ്പരാഗതമായ ബിസിനസ്സും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ്. ഇവിടെ നമുക്കറിയാം എംപ്ലോയീസ്, അതായത് ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ, സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് വക്കീലാവാം, പോലീസ് ആവാം. സെൽഫ് എംപ്ലോയി മീൻസ് എന്തെങ്കിലും ചെറുകിട വ്യവസായം ചെയ്യുന്ന ആളുകൾ. ഈ തരത്തിലുള്ള ആളുകൾ 95% ഇന്ന് ലോകത്തിലുള്ളത്. പക്ഷേ ഈ ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഈ രണ്ട് സെക്ഷനിലെ ആൾക്കാർ 5% മാത്രമാണ് ഇന്ന് ലോകത്തിലുള്ളത്. ഈ 95% ഉള്ള ആളുകളും ഉപയോഗിക്കുന്ന സാമ്പത്തികം എന്നത് 5% മാത്രമേ ഉള്ളൂ. 95% ആളുകളുള്ളത് 5% സാമ്പത്തികമാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ബിസിനസ്സുകാരനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾ, ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾ 95% സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വയം ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ആണ്. ഇവര് നമ്മളെ പോലുള്ള ആളുകളെ സമയം ഏറ്റെടുത്തുകൊണ്ട് 1, 2, 3, 4 ആളുകളെ വെച്ച് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിട്ടുള്ള തൊഴിലിനെ കണ്ടെത്തിയ ആളുകളാണ് ഇവർ. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ജോലിക്ക് പോയാലാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമാനം വരിക. നമ്മുടെ സ്ഥാപനം ഇന്ന് തുറന്നാലാണ് നമ്മുടെ ബിസിനസ്സിന് വരുമാനം കിട്ടുള്ളൂ. അതേസമയം ഈ ബിസിനസ്സുകാരനും ഇൻവെസ്റ്റ്മെന്റുകാരനും എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ താഴെ ജോലിക്കാരുണ്ടായിരിക്കും, അവരവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബിസിനസ്, അതല്ലെങ്കിൽ കൂട്ടായ്മ, നമുക്ക് എപ്പോഴും കൂട്ടത്തോടെയുള്ള ബിസിനസ്സിനാണ് നമ്മുടെ ഈ ഇന്ത്യയിലോ അതല്ലെങ്കിൽ ലോകത്തോ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ നല്ലൊരു വക്കീലാണ്. ആ വക്കീൽ ഇന്ന് നിലവിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയാലാണ് അദ്ദേഹത്തിന് ഒരു കേസ് വരിക, അദ്ദേഹത്തിന് കോടതിയിൽ പോകണം, വാദിക്കണം. അദ്ദേഹം വന്ന് ലീവാക്കി കഴിഞ്ഞാൽ ആ കേസും ഇല്ല, വക്കീലും ഇല്ല, ഫീസും ഇല്ല. അതേസമയം യൂസഫ് അലി സാറാണെങ്കിലും നമ്മുടെ അംബാനി സാറാണെങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ നല്ല വലിയൊരു കൂട്ടായ്മയാണ്. അവർ ചെയ്തു വെക്കുന്നത് ഒരു ഗ്രൂപ്പ് ബിസിനസ്സാണ്. ആ ഗ്രൂപ്പ് ബിസിനസ്സിൽ അവർ ചെയ്യുന്നത് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിലൂടെ കിട്ടുന്ന ഒരു വരുമാനമാണ് നമ്മുടെ കമ്പനി നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കമ്പനി ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന ഈ ഉൽപ്പന്നങ്ങളെ, ഈ പ്രോഡക്റ്റുകളെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ ഉപയോഗിക്കുകയും ഇത് മറ്റൊരാൾക്ക് റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യണം. ഇത് 4 തരത്തിലാണ് ഇന്ന് ബിസിനസ് പ്ലാനിനെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഒന്ന് റെഫറൽ മാർക്കറ്റിംഗ്, ഒന്ന് ഇ-കൊമേഴ്സ്. അതായത് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിനാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ബയോട്ടോറിയം എന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ പ്രോഡക്റ്റുകളെ വാങ്ങിക്കാൻ കഴിയും. ഈ പ്രോഡക്റ്റുകളെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തി നമുക്ക് വിൽപ്പന ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഇ-കൊമേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് റെഫറൽ മാർക്കറ്റിംഗ്? നമ്മുടെ ഫസീല മേഡത്തെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലൊരു സ്റ്റാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിക്കണം, മേഡം ഇതെന്താണ്? ആ മേഡം പറയുന്നത് ഇത് ഇന്ന പ്രോഡക്റ്റ് ആണ്, ഈ പ്രോഡക്റ്റ് കൊണ്ട് കഴിഞ്ഞാൽ ഉപകാരങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും. ഇതുപോലെ തന്നെ ഈ ഒരു ഉപയോഗത്തിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങളെ മറ്റൊരാൾക്ക് വിൽപ്പന ചെയ്യുകയും ചെയ്താൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റുന്നത്. അതൊരു റെഫറൽ മാർക്കറ്റിംഗ് ആണ്. മീൻസ് നമുക്ക് റെഫറൽ ചെയ്യും. നമ്മൾ സിനിമ കണ്ടു, ആ സിനിമയെ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് യാതൊരു വരുമാനം കിട്ടുന്നില്ല. നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചു, ആ ഫുഡിനെ നല്ലതായിട്ട് മറ്റൊരാളോട് പറയുമ്പോൾ അവർ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് 10 പൈസ കിട്ടുന്നില്ല. ആമസോണിൽ നിന്ന് നമ്മൾ എത്രയോ ലക്ഷങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് ആരും 10 പൈസ പ്രോഫിറ്റ് തരുന്നില്ല. ഈ ബയോട്ടോറിയം എന്ന ഈ കമ്പനിയുടെ ഈ ഉൽപ്പന്നത്തെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കെയർ ഓഫിൽ മറ്റൊരാൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് നമുക്കൊരു വരുമാനം, ഒരു പാസീവ് ഇൻകം കിട്ടുന്നതുമാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പരമ്പരാഗത ബിസിനസിന്റെ സംവിധാനം വെച്ചിട്ട് ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുകയും
അതൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ, ഒരു സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇടനിലക്കാരിലൂടെയാണ് അവർ ഏതൊരു പ്രോഡക്റ്റും ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലേക്ക് വന്ന് ചേരുന്നത്. ഈ ബയോട്ടോറിയം എന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്ക് തരുന്നത് ഓരോ വ്യക്തിക്കും ഡിസ്ട്രിബ്യൂഷൻ തന്നുകൊണ്ട് ഇടനിലക്കാർക്ക് കൊടുക്കുന്ന 40%-മോ 60%-മോ വരുന്ന ആ ലാഭത്തെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വീതിച്ചു തരുന്നതിലൂടെയാണ് നമ്മുടെയൊക്കെ സാമ്പത്തിക ഭദ്രത ഇന്ന് ഉയർന്ന നിലയിലേക്ക് വരികയും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് ശരീരത്തിന് നല്ല രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ഹാപ്പിനെസ് ഉള്ള ഒരു ഫാമിലിയിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയും ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് നമ്മൾ ആരോട് ചോദിച്ചാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പറയുന്ന ചെറുപ്പക്കാരും വയസ്സന്മാരും ഒക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു ഉന്നത വിദ്യാഭ്യാസം വേണമെന്നായിരിക്കാം. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരാൾക്ക് എന്തുണ്ടാവണമെന്നില്ല, ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റില്ല. മറ്റൊരാളോട് ചോദിച്ചു എന്താണ് വിജയം, അവർ പറയുന്നു ഞങ്ങൾക്ക് ഒരു ബെറ്റർ ജോബ് വേണമെന്നുള്ളത്. ബെറ്റർ ജോബ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല, അവരുടെ ജീവിതം വിജയിക്കില്ല. കാരണം എന്താണ്, അവർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവും. അങ്ങനെ അവർ പറയാണ് ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് ഫാമിലി വേണം. ഹാപ്പിനെസ് ഫാമിലി വേണമെങ്കിൽ ബെറ്റർ ജോബ്, ഒരു ഉയർന്ന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഉയർന്ന ശമ്പളം. ഈ ഉയർന്ന ശമ്പളം നമുക്ക് 75,000 രൂപ സാലറി ഉണ്ടെങ്കിലും നമ്മൾ പോയി ജോലി ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. ഒരു മാസക്കാലം ആക്സിഡന്റ് ആയി നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു മാസം സാലറി കിട്ടുന്നില്ല. ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ബിസിനസ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണം എന്താണോ അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുകയും ആ ഉൽപ്പന്നത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം നമ്മളിലൂടെ ആ വ്യക്തിയും